അല്ല ഈ ചാനലിലൊക്കെ ജഡ്ജ്മെന്റിനൊക്കെ പോയിരിക്കണ ആളാ. ഇതിന്റെ സംഗതിയൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ കോമഡി അല്ല എങ്കിലും ഇതിന്റെ സംഗതിയൊക്കെ എങ്ങനെയായിരുന്നു? ഒരേ രാഗത്തിലുള്ള പാട്ടുകൾ പലതും നമുക്ക് സാമ്യം തോന്നും. അതിന്റെ ഫീലിങ്സ് മാത്രമാണ് നമ്മൾ കൃത്യമായിട്ട് ആത്മാവ് എടുക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ജോൺസൺ മാഷിന്റെ പാട്ട് തന്നെ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം, അത് തന്നെ നമ്മളുടെ അനുരാഗിണി അത് തന്നെ സൗഭാഗ്യ, അതൊക്കെ ഒരേ അച്ചിലാണ് പക്ഷെ ഒരേ രാഗങ്ങളാണ്. ഫീലിങ്സ് ഒന്നാണ്. അതാണ് അതിന്റെ വ്യത്യാസം. അങ്ങനെ നമ്മൾ എഴുതി കൊടുത്ത ഫസ്റ്റ് അന്തിമല്ല ബുദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ട്യൂൺ ചെയ്യുന്ന സമയത്ത് ഒരു 4 വരി എഴുതി കൊടുത്തതാണ് ശിവചേട്ടൻ. അപ്പോൾ അത് പാടി വെച്ചിട്ട് ലിറിക്സ് മാറ്റി എഴുതിക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പോൾ വേറെ ലിറിക്കിലാണ് തുടങ്ങിയത്. അതൊക്കെ അങ്ങനെയാണ് എഴുതിയത്. അപ്പൊ മൂപ്പര് പറയുന്നത് എനിക്ക് ഇതില് അന്തിമുല്ല പുത്തിയെന്ന് മാത്രം തുടങ്ങിയാൽ മതി. മുല്ലപ്പന്തൽ ഷാപ്പിൽ എത്ര പ്രാവശ്യം പോയി അല്ല അവിടെ എത്തി എപ്പോ പോയത്? സീരിയസ് ആയിട്ട് പറയാ ചേട്ടാ, എന്റെ 2 കൂട്ടുകാരാണ്. ആലോചിക്കും ഞാൻ എങ്ങനെ ജീവിക്കണെന്ന്. ഞാനിതൊരു ഈ പാട്ടിന്റെ വരികൾ വെച്ചത് പ്രാസ് വെപ്പിച്ച പറയാം, നമ്മള് ഭക്ഷണം കഴിക്കാൻ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയത്. കുറച്ചുകൂടി ചോദിച്ചാൽ ഒന്നും കൂടി കിട്ടും. പക്ഷെ അത് വെച്ചിട്ട് ആ അന്തിമുല്ല പൂത്ത എന്ന് പറയുന്ന തുടക്കം വെച്ചിട്ട് നല്ല വരികൾ തന്നെയാണ് എഴുതിയത്. അനുപല്ലവി പിന്നെ ഞങ്ങള് അത് പിന്നെ വേറെ സ്റ്റൈലിൽ തന്നെ കമ്പോസ് ചെയ്തത്. നമ്മൾ ഇതിനോട് ചായവ് വേണ്ട, അങ്ങനെയാണ് മേഘ. അത് പിന്നെ പക്ക സിനിമാറ്റിക് സ്റ്റൈലില് അതിനകത്ത് ആ പാട്ടിന്റെ ബാക്കിയെല്ലാം കിട്ടി. തുടക്കം മാത്രം 2 വരി മാത്രമാണ് കുറച്ച് ദിവസം പിടിച്ചത്. അത് കഴിഞ്ഞ് അനുപല്ലവിയും ചേർന്നു ഭയങ്കര സുഖമായിരുന്നു. അതായത് വേറെ സ്റ്റൈലിൽ ചെയ്തു നോക്കി. അതിന്റെ കഥ പാടും മുമ്പുയിലേ കളിയാടുണ്ട് നെഞ്ചിൽ. പിന്നെ അതിലേക്ക് നമ്മളെ ഈ സ്റ്റൈലിലേക്ക് ഈ ശിവുചേട്ടൻ നല്ല നാടൻ പാട്ടുകാരനാണ്. ഞാൻ കട്ടപ്പന ഋതികൃഷ്ണൻ, ഞാൻ വിഷ്ണു എഴുതുന്ന സമയത്ത് ഞങ്ങള് മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയതാണ്. ഈ മുടി വെട്ടണതിന്റെ ഇടയിലാണ് ഈ പുള്ളിയുടെ നാടൻ പാട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കണേ. ഇദ്ദേഹം നല്ല ഒരു ഹെയർ കട്ടറാണ്. അപ്പൊ ഈ പാട്ട് കേട്ടപ്പോ നമുക്ക് മനസ്സിലായി എന്തോ പരിപാടി ഉണ്ടെന്ന്. പക്ഷെ പുള്ളി വെടിക്കെട്ടിന് വേണ്ടി പുള്ളിനെ എഴുതാൻ വിളിച്ചു കഴിഞ്ഞപ്പോ ശിവുചേട്ടൻ ശരിക്കും അങ്ങനെ തന്നെയാണ്. ഷിബുവാണ് വൈറലി. എന്നിട്ട് ഈ നമ്മള് പാട്ട് പുള്ളി നിങ്ങളിപ്പോ പ്രമദവനം കൊടുത്തു വിചാരിച്ചു. ആ പുള്ളിയാണ് എഴുതുന്നെങ്കിൽ അത് ഹരിപ്രസാദ് എഴുതിയത്. പുള്ളി എഴുതുമ്പോഴേക്കും അതിൽ അറിയാണ്ട് ഒരു കാർത്തുമ്പി കയറും. ആ നാടൻ പാട്ട് പുള്ളി കാർത്തുമ്പി അന്ന് പറഞ്ഞൊരു സാധനം കയറും. അപ്പൊ ഞാൻ എത്ര വട്ടം ദേവിസ്തുതി പറഞ്ഞ ഒരു പാട്ട്. അപ്പൊ 6 രണ്ടാലും പുള്ളി ഒറ്റയ്ക്ക് എഴുതി. ഇന്ദീവരം ഞാനും പുള്ളിയും കൂടി എഴുതിയത്. മറ്റേ പാട്ടില്ല ഇന്ദീവരം പോലെ അത് ഞാനും പുള്ളിയും കൂടി എഴുതിയത്. പക്ഷെ ദേവിസ്തുതിക്ക് പുള്ളി എന്തൊക്കെ കൊണ്ടുവന്നിട്ടും എനിക്ക് വിഷ്ണുവിന് തൃപ്തിയാവുന്നില്ല. കാരണം ദേവിസ്തുതിക്കുള്ള പാട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ കേട്ടതാണ് ഇഷ്ടംപോലെ. ദേവിസ്തുതി അത്രയും പാട്ടൊന്നുമില്ല. പക്ഷെ എവിടെ നിന്നൊക്കെയോ ലാസ്റ്റ് തെറി കേട്ട് മടുത്ത് കഴിഞ്ഞപ്പോ അളിയൻ ഇവിടെ പോയി, കൊടുങ്ങല്ലൂര് ഇവിടെ പോയി പ്രാർത്ഥിക്കാൻ പോയി. അവിടെ നിന്ന് ഏതോ ഒരു ബുക്ക് എടുത്ത് വായിച്ചിട്ട് പുള്ളിക്ക് ഒരു വാക്ക് കിട്ടി. അതാണ് കനകാഞ്ജനി എന്നുള്ള വാക്ക്. ആ പാട്ടാണ് ഇപ്പൊ എല്ലാ അമ്പലങ്ങളിലും നമ്മുടെ ഈ തിരുവാതിരകളിക്കും അല്ലാതൊക്കെ ദേവിസ്തുതിയായിട്ട് പറഞ്ഞു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.